Hi guys, welcome back to my channel Roopesh Tech Zone. നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. റിമോട്ട് കൺട്രോൾ ഓഫ് റോഡ് റേസിംഗ് കാർ ആണിത്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. കാരണം ഞാൻ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫ്യൂച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല കേട്ടോ, മെയ്ഡ് ഇൻ ചൈനയാണ് ഈ ഒരു സംഭവം വരുന്നത്. റെഡ്, യെല്ലോ, ഗ്രീൻ എന്നീ 3 കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏതായാലും നമ്മുടെ ഈ ഒരു ബോക്സ് തുറന്ന് നോക്കാം. ഞാൻ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബോക്സ് നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് കൂടെ ഒരു പാക്കിങ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിതൊന്ന് എടുക്കുകയാണ്. ഗൈസ്, കിട്ടിയിട്ടോ, നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഞാൻ എടുത്ത് നോക്കുകയാണോ ഗൈസ്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്താണ് കാണുന്നത്? ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം അത് നോക്കാം, എന്നിട്ട് നമ്മുടെ വെഹിക്കിൾ നമുക്ക് നോക്കാം. ഞാൻ ഈ പാക്ക് ഒന്ന് അയച്ചിട്ട് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കട്ടെ. ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഒരു ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാക്കിങ്ങിൽ ഒരു ബാറ്ററി വരുന്നുണ്ട്. 3.7 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. റീചാർജബിൾ ആണ് കേട്ടോ. ഈ ഒരു ബാറ്ററി റീചാർജബിൾ ആണ്. പിന്നീട് എന്തൊക്കെ കിട്ടുന്നത് നോക്കാം. പിന്നീട് നമുക്കൊരു USB കേബിൾ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു USB കേബിളാണ് കിട്ടുന്നത്. ഇവിടെയും ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയിൽ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്തിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പാക്കിങ്ങിൽ ഒരു വലിയ സംഭവം വരുന്നുണ്ട്. അതെന്താ നോക്കട്ടെ ഗൈസ്. ഫ്രണ്ട്സ്, കിട്ടിയിട്ടുണ്ട്. ഇതെന്താ തോക്കോ ഗൈസ്? ഗണ്ണാണ് തോന്നുന്നത് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ 2 പേരൊക്കെ ഈ ഒരു കാർ ഉപയോഗിച്ച് കളിക്കുന്ന ടൈമിൽ ഒരാൾ മറ്റാൾക്ക് കൊടുക്കാതിരിക്കുന്ന നേരത്ത് മറ്റാളെ വെടിവെച്ച് കൊല്ലാനാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഗണ്ണൊന്നല്ല കേട്ടോ. ഇനി കുട്ടികൾക്ക് ഗണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി കൊടുക്കാതിരിക്കണ്ട. ഇത് നമ്മുടെ റിമോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഫ്രണ്ട്സ്, ഈ ഒരു ഫ്രണ്ടിലെ ചില്ലും കാര്യങ്ങളൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ഏതായാലും നമ്മുടെ വണ്ടി പുറത്തെടുത്ത് നോക്കാം. ഈ ഒരു വെഹിക്കിള് നല്ല ടൈയൊക്കെ ചെയ്ത് നല്ല സേഫ്റ്റിയിൽ വെച്ചിരുന്നു. ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഫ്രണ്ട്സ്, നല്ല ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. കണ്ടാൽ ഒറിജിനൽ ഓഫ് റോഡ് റേസിംഗ് കാറിനെ പോലെ തന്നെയാണ്. സോക്ക് ഓപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗൈസ് കണ്ട സോക്ക് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. മുൻപിലും ബാക്കിലും ആയിട്ട് തന്നെ സോക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഇതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ടയറും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരിക. അതൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇത് നോക്ക് ഗൈസ്. നമ്മുടെ ഈ ടയർ നോക്ക് ഗൈസ്. ഒറിജിനൽ ഓഫ് റോഡ് റേസിംഗ് കാറിൻ്റെ അതേപോലെ തന്നെ ടയറും കാര്യങ്ങളും. ലൈറ്റും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ലൈറ്റിംഗ് സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വെഹിക്കിൾ പോണ സൗണ്ട് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അത്ര കാഠിന്യം കൂടിയ മെറ്റീരിയൽ നല്ല ബോഡി പാർട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാ ടോയ്സിനൊക്കെ അതേപോലെ തന്നെയുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടയറിലൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ ആയാൽ അത് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സാധിക്കും. ബാക്കിലുള്ള ടയറിൽ മാത്രമേ ഉള്ളൂ മിനിമോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട്. മുൻപിലുള്ള ടയറിൽ മിനിമോട്ടറിൻ്റെ കണക്ഷൻ ഇല്ല. പിന്നെ ഇങ്ങനെ തിരിയാൻ വേണ്ടിയിട്ടാണ് മിനിമോട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാറ്ററിയൊക്കെ എങ്ങനെ ഇടാൻ നോക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് ഈ ഒരു സംഭവം കാണിച്ചു തരാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഈ ഒരു ടയർ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംഭവമാണ്. ഇപ്പോൾ അതേ കണ്ടോ. അപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ലോക്ക് ചെയ്യാനുള്ള സംഭവമാണിത്. ഞാനിപ്പോൾ അത് സെൻറ്ററിലാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഈ ഒരു സ്ക്രൂ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. ഇനി ഞാൻ ഈ അടച്ചു വെച്ചിരിക്കുന്ന സംഭവം ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇവിടെ ബാറ്ററി കണക്റ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടിലോട്ടായിരിക്കും നമ്മുടെ ബാറ്ററി കണക്റ്റ് ചെയ്യുക. ബാറ്ററി കണക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് കുട്ടികൾക്കും കണക്റ്റ് ചെയ്യാനായിട്ട് കഴിയും, എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ കണ്ടു ഈ ഒരു സംഭവം ഉള്ള ഭാഗത്തായിട്ട് നമ്മുടെ ബാറ്ററിയുടെ ഈ ഒരു പോർട്ടിന് ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇതുപോലൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ ബാറ്ററി നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററി ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവിടെ വെക്കുകയാണ് വേണ്ടത്. ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡോർ അടച്ചിട്ട് സ്ക്രൂ ഇടണം. ഇപ്പോൾ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെയായിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നീക്കിയാലാണ് ഓൺ ആവുന്നത്. ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു തരിപ്പും കാര്യങ്ങളും സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ റിമോട്ടിൽ കൂടെ ബാറ്ററി ഇട്ടിട്ട് വേണം ഈ സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഈ ഒരു റിമോട്ടിലും നമ്മൾ സാധാരണയായിട്ട് റിമോട്ടിലും അതുപോലെ ഇതുപോലെ ടോയ്സിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന AAA ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈ ഒരു സംഭവത്തിലാണ് നമ്മളുടെ വെഹിക്കിൾ നമ്മൾ മുന്നോട്ടും ബാക്കോട്ടും ആക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു ചക്രത്തിൽ തിരിച്ചുകൊണ്ടാണ് നമ്മുടെ വണ്ടി ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു കാറിലേറെ കുറച്ചുകൂടെ പവറുള്ളൊരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ബാറ്ററി വരുന്നത്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച്, ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഗണ്ണിൻ്റെ ഷേപ്പിലായതുകൊണ്ട് തന്നെ അടിപൊളി ഡിസൈനാണ്. ഇതേ ഗൈസ് കണ്ടോ, ഇതുപോലെ 2 ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ട്രിപ്പിൾ എ ബാറ്ററി 2 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ 2 ബാറ്ററി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഈ ഒരു ഡോർ അടച്ചു വെക്കുകയാണ്. സ്ക്രൂ കാര്യങ്ങളൊന്നും ഇടുന്നില്ല, കാരണം നമ്മുടെ കയ്യിലല്ലേ. ഈ ഒരു ബാറ്ററി എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല, ഞാൻ വേറെ മേടിച്ചതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കിനി ഇന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതുപോലെ നീക്കിയാൽ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റിമോട്ട് വണ്ടിയുമായിട്ട് കണക്റ്റ് ആവുകയാണ്. നമുക്കൊന്ന് നീക്കി നോക്കാം കേട്ടോ. സ്വിച്ചിൽ ഞാനൊന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഗൈസ് നീങ്ങുന്നുണ്ട്. കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇവിടെ അല്ല കേട്ടോ, നമുക്ക് പുറത്ത് പോയിട്ട് ഓഫ് റോഡായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് കണ്ടോ, ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് എത്ര നേരം ചാർജ് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. നിങ്ങൾ കണ്ടോ, ഈ ഒരു സൗണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത്. ഇനി എങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യുമെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ബാറ്ററി ഈ ഒരു സംഭവത്തിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഇതൊന്ന് വലിച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് പോരുന്നതായിരിക്കും. ഇനി നമ്മുടെ ആ ഒരു USB ചാർജിങ് കേബിളിലോട്ട് ഞാനിത് കണക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ആ ഒരു കാറിലോട്ട് ബാറ്ററി കണക്റ്റ് ചെയ്ത അതേപോലുള്ള ഒരു പോർട്ട് തന്നെയാണ് ഈ ഒരു കേബിളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ ഇത് കണക്റ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു ബാറ്ററി നമുക്ക് പവർ ബാങ്കിലും അതുപോലെ തന്നെ ചാർജറിലും കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പവർ ബാങ്കിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സംശയമുണ്ടായിരിക്കും പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ കഴിയുമോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പവർ ബാങ്കിലോട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ബാറ്ററിയിലോട്ട് ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഈ ഒരു റെഡ് കളർ ലൈറ്റ് വരുന്നത്. ഈ ഒരു ബാറ്ററി ചാർജ് നിറഞ്ഞു കഴിഞ്ഞാലും ചാർജ് കയറുന്നില്ലെങ്കിലും നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജ് നിറയുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ബാറ്ററി ചാർജ് പെട്ടെന്ന് നിറയുന്നത് പോലെ തന്നെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നുമുണ്ട്. 3.7 വോൾട്ടേജിൻ്റെ 500 mAh ഉള്ളൊരു ബാറ്ററിയാണിത്. ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ്. നമ്മുടെ ഈ ഒരു കാർ ഓഫ് റോഡ് ആണല്ലോ, നമുക്കിനി ഓഫ് റോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് കാറിന് അത്ര പവറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്ര കയറ്റം കാര്യങ്ങളൊന്നും അത്ര പവറിൽ കയറുന്നൊന്നുമില്ല. നിരപ്പായ സ്ഥലത്ത് കൂടെ നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നീട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ നിർത്താതെ പ്രവർത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി തീർന്നു പോകുന്നുണ്ട്. സംഭവം അടിപൊളി ഡിസൈനാണ് നമ്മുടെ ഒറിജിനൽ ഓഫ് റോഡ് കാറിൻ്റെ. അതേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓഫ് റോഡ് കാറിൻ്റെ ഒരു മിനിയേച്ചർ അത്രേ പറയാൻ പറ്റുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. കാരണം ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്, സൈനിങ് ഔട്ട്.